ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യ ധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം 7-ാമത്തെ ശ്ലോകം. ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വദാ, സോവികമ്പേന യോഗേന സഹ അവികമ്പേന യുജ്യതേനത്ര സംശയ. മലയാളം. ഏകത്തിലുള്ള നാനാത്വം യോഗം കൊണ്ടുള്ള ശക്തിയും, സ്ഥിരശാന്തി അണച്ചിടും ഒരു സംശയമില്ലമേ. മമ ഏതാം വിഭൂതിയും, നേരത്തെ പറഞ്ഞ വിഭൂതികളിൽ ചില വിഭൂതികളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എല്ലാ വിഭൂതികളും, അതായത് സമഷ്ടി, പ്രപഞ്ചം, സൃഷ്ടി, യോഗം ച യോഗവും, വൃഷ്ടിഭാവവും, തത്വതഃ താത്വികമായി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ, യഹ വേത്തി സഹ ആരാണോ അറിയുന്നത്, ഒരു സംശയവുമില്ലാതെ മനസ്സിലാക്കണം, അവൻ അവികമ്പേന യോഗേന നിശ്ചല യോഗത്തിൽ തീർച്ചയായിട്ടും പരമാനുഭൂതിയിൽ യുജ്യതി സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അത്ര സംശയഃ ന, ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ എൻ്റെ വിഭൂതിയെയും യോഗത്തെയും ആരാണോ യഥാർത്ഥത്തിൽ അറിയുന്നത്, അവൻ പരമാത്മാനുഭൂതിയിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു എന്നാണ്. അവിടെ വിഭൂതി എന്നുള്ളതിന് എൻ്റെ വിവിധ തരത്തിലുള്ള പ്രകടനം, എല്ലാറ്റിലും ഞാൻ തന്നെയാണ് എന്നുള്ള മനസ്ഥിതി, എല്ലാം ഞാൻ തന്നെ സൃഷ്ടിക്കുന്നു എന്നെടുക്കാം. അല്ലെങ്കിൽ എല്ലാ ചരാചരങ്ങളിലും എൻ്റെ അംശം ഉണ്ട്, ഞാൻ വിവിധ രൂപത്തിൽ എല്ലാ ചരാചരങ്ങളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതാരാണോ മനസ്സിലാക്കുന്നത്, അവൻ പരമാത്മാവിൻ്റെ അനുഭൂതിയിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു എന്നാണ്. അപ്പോൾ വിഭൂതി സമഷ്ടിയുടെ സൃഷ്ടി പരമാത്മാവിൻ്റെ വിഭൂതിയാണ്. മാനസപുത്രന്മാരായ കുമാരന്മാർ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് വൃഷ്ടിയുടെ ലോകാനുഭവം പരമാത്മാവിൻ്റെ ഒരു യോഗമാണ്. അതാണ് വിഭൂതിയും യോഗവും. ഇവിടെ വൃഷ്ടിയുടെ ആത്മാവ് സമഷ്ടിക്ക് ആധാരമായിട്ടുള്ള പരമാത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ഈ വിഭൂതിയെയും യോഗത്തെയും ഈ ഭഗവാന്റെ പ്രകാശനങ്ങളായിട്ട് മനസ്സിലാക്കുന്ന ആൾ ആത്മസാക്ഷാത്കാരം നേടുന്നു. ആദ്യം സപ്തർഷികളിലൂടെ പ്രകടമാകുമ്പോൾ ഞാൻ സമഷ്ടിയാണ്, അതായത് വിഭൂതിയാണ്. പിന്നീട് ഈ 4 കുമാരന്മാരും മനു ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ സൃഷ്ടി. അതിലാവുമ്പോൾ, അതിൽ കൂടെ പ്രകടമാവുമ്പോൾ ഭഗവാൻ വൃഷ്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വൃഷ്ടി മനസ്സിൽ നിന്നും സമഷ്ടി മനസ്സിൽ നിന്നും മാറണം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പരമാത്മാവ് സ്വന്തമായിട്ട് വിരാജിക്കുന്നതായിട്ട് മനസ്സിലാവും. ഭഗവാനെ നമ്മൾ അറിയാനാണ് ശ്രമിക്കേണ്ടത്, അത് നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. പ്രപഞ്ച സൃഷ്ടാവ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരനായിട്ടും, അവിടെ സമഷ്ടി മനസ്സിലാണ് അഭിമാനം വരുന്നത്, അപ്പോൾ നമ്മൾ ഈശ്വരനായി കാണുന്നു. വൃഷ്ടി മനസ്സിൽ അഭിമാനിക്കുമ്പോൾ അവിടെ ജീവനായിട്ട് തോന്നുന്നു. ഇതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ ആത്മാനുഭൂതിയിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന അവികമ്പമായിട്ടുള്ള യോഗം കൈവരുന്നു. നമ്മൾ ശരിക്കും ഭഗവാനെ ആണ് ഇതിൻ്റെ എല്ലാറ്റിലും, എല്ലാ വിവിധ രൂപങ്ങളിലും നിലനിൽക്കുന്നത് പരമാത്മാവിൻ്റെ ചൈതന്യം ആണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഭാവന കൊണ്ട് മാത്രമേ. ആദ്യം നമുക്ക് ചെറിയൊരു രീതിയിൽ നമ്മളങ്ങനെ മനസ്സിൽ കണ്ട് വീണ്ടും വീണ്ടും എല്ലാ ദിവസവും അത് തന്നെ ചിന്തിച്ച് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പം നമുക്ക് മെല്ലെ അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ എത്തുമ്പോൾ നമുക്ക് എപ്പോഴും ഭഗവത് സ്മരണ മാത്രമേ ഉള്ളൂ. എൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ അറിയുക എന്നാണ് എൻ്റെ ഉദ്ദേശം.
അപ്പോൾ അതിലേക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി പരീക്ഷയ്ക്ക് 100 മാർക്ക് മേടിക്കാൻ വേണ്ടി ദിവസവും പ്രയത്നിക്കുന്ന പോലെ. ഇപ്പോഴത്തെ കുട്ടികൾ ദിവസവും പ്രയത്നിക്കില്ല. മാർച്ചിൽ ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രയത്നിക്കുള്ളൂ. ഞാൻ അങ്ങനെ ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതുവരെ അവർ പഠിക്കുകയില്ല, ഒന്നും പഠിക്കില്ല. മാർച്ചിൽ ടൈം ടേബിൾ കിട്ടിയിട്ട് നമ്മളെല്ലാ ലെസൺസും പഠിക്കാൻ നിന്നാൽ ഒന്നും നമുക്ക് എവിടെ എത്താൻ പോകുന്നില്ല. അതുകൊണ്ടാണ് വളരെ മോശമായിട്ടുള്ള മാർക്ക് കിട്ടി ജയിച്ച് വരേണ്ടി വരുന്നത്. ചിലപ്പോൾ തോറ്റൊന്നും വരാം. എന്നിട്ട് മാർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം. എന്താണ്, അയ്യോ എല്ലാവരും നല്ല മാർക്ക് കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ എന്ന്. ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന്. അതേപോലെ ഇവിടെ ഭഗവാനെ നമ്മൾ ആദ്യം തന്നെ ഭാവന കൊണ്ട്, ഇതാണ് എനിക്ക് ഭഗവാനെ അറിയണം, ഞാൻ തന്നെയാണ് ഭഗവാൻ, എൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഞാൻ തന്നെ അറിയണം. അങ്ങനെ നമ്മൾ ഭഗവാനെ പറ്റി ചിന്തിച്ച് നമ്മൾ ദിവസവും അങ്ങനെ ഒരു പ്രാക്ടീസ് നേടുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു നല്ല ഗുരുവിനെ ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും. ആ ഗുരുവിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ തത്വം നമ്മുടെ മനസ്സിൽ വളരെ ദൃഢമായിട്ട് ഇരിക്കും. ആ ദൃഢത കൈവന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ ചിന്തിക്കാതെ ഇതിലേക്ക് എത്തുക. ഇനി എൻ്റെ ലക്ഷ്യം എത്തിക്കഴിഞ്ഞു, എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ആരും തന്നെ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുന്നേ ഇല്ല. നമ്മൾ ഭഗവാനെ താൽക്കാലികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും താൽക്കാലികമായിട്ടുള്ള ഫലപ്രാപ്തിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് വിഗ്രഹാരാധനയാണ്. ഭഗവാന്റെ അടുത്ത് പോയിട്ട് സമസ്താപരാധവും തെറ്റും ഏറ്റുപറഞ്ഞ് ഭഗവാനെ എനിക്കത് നേടിത്തരണേ, ഇത് നേടിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഭഗവാനെ അറിയല്ല, ഭഗവാനെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അനുഭവിക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കുന്നുമില്ല. അതാണ് വ്യത്യാസം. ഇനി 8ാമത്തെ ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാഃ. മലയാളം. എന്നിൽ നിന്നാണു ജനനം, എന്നിൽ നിന്നു പ്രവർത്തനം എന്നറിഞ്ഞതിധീമന്മാർ എന്നെ തന്നെ ഭജിച്ചിടും. മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ത്. അഹം സർവസ്വ, ഞാൻ എല്ലാറ്റിൻ്റെയും പ്രഭവഃ, ഉൽപ്പത്തിയാകുന്നു. സർവം മത്തഃ, എല്ലാം സർവം മത്തഃ പ്രവർത്തതേ, എല്ലാം എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതി മത്വാ ബുധാഃ, എന്നറിഞ്ഞ് വിവേകികൾ ഭാവസമന്വിതാഃ, പരമപ്രേമ വായ്പോടെ മാം ഭജന്തേ, എന്നെ ഭജിക്കുന്നു. അപ്പോൾ സമഷ്ട്യാഭിമാനി ഈശ്വരനും വൃഷ്ട്യാഭിമാനി ജീവനുമാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. രണ്ടിൻ്റെയും സത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു അധ്യായത്തിൽ പറഞ്ഞ പോലെ വൈദ്യുതി ഉണ്ട്, അത് ബൾബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെളിച്ചമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ വെള്ളം ചൂടാക്കുന്ന ഹീറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ചൂടാണ് ഉണ്ടാക്കുന്നത്. അവിടെ ലൈറ്റ് കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മളെ തമ്മിൽ കാണാനല്ല ഒരു ഹീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരേ വൈദ്യുതി തന്നെയാണ് ഒന്നിൽ വെളിച്ചമായിട്ടും ഒന്നിൽ ചൂടായിട്ടും അനുഭവപ്പെടുന്നത്. അതേപോലെ ആത്മാവ് ജീവനുമല്ല ഈശ്വരനുമല്ല. ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്നവൻ സമാധി യോഗത്തിലൂടെ, അവികമ്പമായ യോഗത്തിലൂടെ എന്നിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അപ്പം ഞാനാണ് എല്ലാ ഉൽപ്പത്തിയും എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, ഞാൻ തന്നെയാണ് അവയെ നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാനില്ലാതെ ഒന്നും തന്നെ ചലിക്കുന്നില്ല എന്ന് നമ്മൾ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ചുറ്റുഭാഗത്തുള്ള നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളിലും നമ്മൾക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഭഗവാനെ ദർശിച്ചു കഴിയില്ല. കാരണം എന്താണ്? നമുക്ക് ചെറിയൊരു പേടിയുണ്ട് ഭഗവാനെ നിന്ദിക്കാൻ. അതുകൊണ്ട് ഞാൻ എന്താണ് എന്ന് ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതെല്ലാം നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാതെ നേർവഴിയിലൂടെ തന്നെ നീങ്ങിക്കോളും. പരമാത്മപദത്തിൽ പെട്ടെന്ന് എത്താനും സാധിക്കും.
പക്ഷേ എല്ലാം സങ്കല്പങ്ങളാണ്. ഇതും സങ്കല്പമാണ്, ഭാവനയാണ്. നമ്മുടെ ഭാവന കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ വഴിയില്ല. ജ്ഞാനം വിജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അറിവുണ്ട്, പക്ഷെ അനുഭവം കൂടെ വേണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലൗകികന്മാരായിട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ സങ്കല്പം വേറൊരു തരത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്ന സങ്കല്പമാണ് നമ്മൾക്ക് വേണ്ടതെങ്കിലും അതല്ല നമ്മളുടെ സങ്കല്പം. നമ്മുടെ സങ്കല്പം എന്താണ്? ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കണം, ഞാൻ പ്രശസ്തനാവണം, എനിക്ക് വീണ്ടും വീണ്ടും അതിൽ ഉന്നതിയിലെത്താൻ സാധിക്കണം. ഇതാണ് നമ്മളുടെ സങ്കല്പം. രണ്ടും സങ്കല്പങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മളുടെ സങ്കല്പം തെറ്റും, മറ്റേ സങ്കല്പം, ആദ്യം പറഞ്ഞ സങ്കല്പം യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഭഗവാനെ എങ്ങനെ ഭാവന ചെയ്യാണ്, എന്നാൽ മാത്രമേ ഭഗവാനെ അനുഭവിക്കാൻ പറ്റൂ. ഈ രഹസ്യം നമുക്ക് സത്യത്തിൽ അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് ശ്രമിക്കാത്തത്. അതുകൊണ്ട് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു തരികയാണ്, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശരി, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന പോലെയുള്ള സങ്കല്പങ്ങളിൽ കൂടെ ജീവിച്ചോളൂ. അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ഹേ അർജുന, നിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ഹേ അർജുന എന്ന് വിളിക്കുമ്പോൾ നമ്മളും കൂടെ അതിൽ പെടുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ആർക്കും അതറിയില്ല, ഈ സത്യം അറിയില്ലായിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് നന്നാവാം. ഇപ്പം മനസ്സിലായി, ഇതൊന്നുമല്ല, നമ്മളുടെ സങ്കല്പം തെറ്റാണ്. ഇതിങ്ങനെ പെട്ടെന്ന് നാളെ പൊട്ടിമുളയ്ക്കുന്ന ഒരു സാധനമൊന്നുമല്ല കേട്ടോ. ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, കാലപ്പഴക്കങ്ങൾ കൊണ്ടാണ്. എത്രയോ പ്രാവശ്യം മെല്ലെ 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 ഭഗവാനിലേക്ക് ഇങ്ങനെ അടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നാണ്. നമ്മൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട്. അത് മണ്ണിൽ നിന്ന് വെള്ളം കൂട്ടി ചവിട്ടി കുഴച്ചെടുത്തിട്ട് പല രൂപങ്ങളുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം മണ്ണില്ലാണ്ട് മൺപാത്രങ്ങൾക്ക് യാതൊരു നിലനിൽപ്പുമില്ല. അതേപോലെ തന്നെ സാക്ഷാൽ പരമാത്മാവില്ലാതെ ഇവിടെ ഒരു ചരാചരങ്ങൾക്കും നിലനിൽപ്പ് ഇല്ല. അപ്പം എന്താണ് വൃഷ്ടി സമഷ്ടി എന്നതിലുള്ള വ്യത്യാസം അറിയുന്ന വിവേകബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ കാര്യം മനസ്സിലാവുള്ളൂ. അങ്ങനെ അവർ മനസ്സിനെ അതിലേക്ക് തിരിച്ചു വിടാം. അപ്പോൾ എന്താവും? ഭാവസമന്വിതാഹ. ഭഗവാൻ അവിടെ പരമപ്രേമ വായ്പോടെ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രേമിക്കുന്ന ആളോട് കൂടിച്ചേരാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടാവുമ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ അല്ലേ. ഒരാൾക്ക് മാത്രം പ്രേമം തോന്നിയിട്ട് കാര്യമില്ല, രണ്ടുപേർക്കും തോന്നിക്കഴിഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ. ഇവിടെ ഭഗവാനിലേക്ക് അടുക്കുകയാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഈശ്വരനിലേക്ക് അടുക്കുക എന്നുള്ളത് ഭഗവാനോട് അടുക്കുമ്പോൾ ഭഗവാനും മനസ്സിലാവും നമ്മൾ അതിലേക്കാണ് എത്താൻ പോകുന്നത് എന്ന്. അപ്പോൾ അവിടെ പരസ്പരമായി കഴിഞ്ഞു. അപ്പോൾ ആ പരസ്പരമായിട്ടുള്ള നില കൈവന്നു കഴിഞ്ഞാൽ ജീവനായി പ്രകാശിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ജീവൻ, അല്ലെങ്കിൽ ഈ ജീവൻ എന്ന് പറഞ്ഞ് പ്രകാശിക്കുന്നത് പരമാത്മാവ് തന്നെയാണ് എന്ന ഒരു ഭാവം, ഒരു താതാത്മ്യ ഭാവം നമ്മൾക്ക് കൈവരും. അപ്പോഴാണ് ഒരു ഭക്തൻ്റെ ഭക്തി പൂർണ്ണമാകുന്നത്. ഇനി വീണ്ടും ഇത് തന്നെ കുറച്ചും കൂടെ വിവരിച്ചു കൊടുക്കുകയാണ് 9ാമത്തെ ശ്ലോകത്തിൽ. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.